എനിക്ക് സുഖമില്ലാതായപ്പോൾ ഞാൻ ഒന്ന് മമ്മൂട്ടിയെ വിളിച്ചു. നമ്മൾ ഇങ്ങനെ ഒന്ന് എനിക്ക് സുഖമില്ല, ഒരു സർജറി കണ്ട് പറഞ്ഞ മറുപടി എനിക്ക് അങ്ങേയറ്റം ഉത്തേജനം തരുന്നത്, നീ ഫൈറ്റ് ചെയ്യണടാ, നീ അങ്ങനത്തെ ഒരു തന്നെ ഫൈറ്റ് ചെയ്യണടാ എന്ന് പറഞ്ഞു. അത് ഞാൻ എന്നെ ചില റേഡിയേഷന് ചെയ്യുമ്പോൾ ഇങ്ങനെ പേടിക്കുമല്ലോ, പേടിച്ച് കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ണടച്ച് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യണോടാ, ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. മണിമുള്ള സാർ താമസിക്കുന്ന ഹോട്ടലാണ്. ശ്രീനിവാസൻ്റെ കവർ തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഷൂട്ടിങ്ങിന് പോകണമെങ്കിൽ എല്ലാ ചേച്ചി പറഞ്ഞു ഇവിടെ ഇറങ്ങിയിട്ട് തന്നിട്ട് പോകാൻ പറഞ്ഞു ഒരു സീൻ. ഇങ്ങനെ വന്ന് തന്നിട്ട് അവസാനം എന്ത് പറയും, 20ാമത്തെ ദിവസം പടം പാക്കപ്പ് ചെയ്തു. ഫുൾ ഷൂട്ടിങ് കഴിഞ്ഞൊരു ഷോട്ട്. ലാസ്റ്റ് ഡേ ശ്രീനിവാസം വരുന്നു, മോഹൻലാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം കളിയാക്കി വെളുപ്പിന് 6 മണിയാകുമ്പോൾ ഷൂട്ടിങ് പാക്കപ്പ്. 20ാം ദിവസം പടം ചെയ്തു. ചിത്രത്തിൻ്റെ കൂടെയൊക്കെ ഇറങ്ങിയിട്ട് ആ പടം 100 days സൂപ്പർ ഇട്ട്. അതാണ് വെള്ളാനും കണ്ടത്. അപ്പം ഞാനത് കണ്ടിട്ട് വിളിച്ചിട്ട് മമ്മൂക്കനപ്പം തന്നെ വോയിസിൽ മമ്മൂക്ക കഥ പറയുമ്പോൾ വീണ്ടും കണ്ടു. അവസാനത്തെ ആ 10 മിനിറ്റ് കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇട്ടു. അപ്പം അതിൻ്റെ മറുപടി താങ്ക് യു, അപ്പനും മോനും തകർക്കണുണ്ടല്ലോ. ഇപ്പൊ സൗന്ദര്യമൊക്കെ പോയി സുന്ദര ക്യാരക്ടർ ചെയ്യുന്ന ആള് നേരെ ഇങ്ങനെ ചന്തി കുത്തി അങ്ങോട്ട് വീണു, മലന്നിങ്ങനെ വീണു. അപ്പം തന്നെ ലാലിൻ്റെ ഔട്ട് ഫ്രെയിം പോയിട്ട് വേറെ ആ ലാലിൻ്റെ ഓടി തിരിച്ചു വന്നിട്ട് ഇങ്ങനെ കിടക്കട്ടെ ഇവിടെ കിടന്ന് ചോദിച്ചാൽ മതി ബാലനെ കണ്ടുവന്നു. പിന്നെ ക്യാമറ എടുത്ത് വെച്ചിട്ടാണ് അതൊക്കെ പുള്ളി ഭയങ്കരല്ലേ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ നന്നായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ എന്നെ വിളിച്ചു രാജു, ഞാൻ ഒരുപാട് ആലോചിച്ചു. ഈ മാലദ്വീപ്സും പരിസരത്തും നല്ല കഥകളില്ല. നല്ല കഥകളുള്ള കേരളത്തിൻ്റെ മണക്കൂറുള്ള മണ്ണ് തന്നെ. നാളെ വൈകുന്നേരത്ത് ടിക്കറ്റ് എടുക്കും, നമുക്ക് പോവാം. ഹലോ ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ഇന്ന് ദ അപ്കമിംഗ് മൂവി പ്രതിച്ഛായയുടെ വിശേഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ളത് മണിയൻപിള്ള രാജു, ഹരിശ്രീ അശോകൻ, വിഷ്ണു അഗസ്ത്യ ആൻഡ് നിഷാന്ത് സാഗർ. ഹലോ, സുഖമായിട്ടിരിക്കുന്ന എല്ലാവരും? ഞാൻ ആദ്യം എല്ലാവരും സിനിമയെ പറ്റിയായിരിക്കും ചോദിക്കുന്നത്. എനിക്ക് പക്ഷേ ഈ ഒരു ടോപ്പിക് ഉണ്ടല്ലോ, പ്രതിച്ഛായ എന്ന് പറഞ്ഞ ടൈറ്റിൽ തന്നെ ഭയങ്കര റെലവൻ്റാണ് ഇന്നത്തെ കാലത്ത്. ഇമേജ് ഈസ് ഡെസ്റ്റിനി എന്നാണ് എഴുതുന്നത്. അതാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലും ഈ പ്രതിച്ഛായ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കാറുണ്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ? ഇല്ല, എപ്പം വേണേലും മീൻസ് നമുക്ക് പെട്ടെന്ന് താഴെ വീഴാം, പെട്ടെന്ന് നമ്മൾ എയറിലാവാം, പൊങ്ങി വരാം, ഒക്കെ നടക്കുന്നൊരു കാലഘട്ടമാണ് ഇന്ന്. ശരിക്കും പറഞ്ഞാൽ അതിന് നിങ്ങൾ എന്തെങ്കിലും ഇത്തിരി ഭയങ്കര കൺസേൺഡ് ആണ് ഞാൻ ഈ കാര്യത്തിൽ എന്ന് വിചാരിക്കാറുണ്ടോ? അല്ല, അങ്ങനെ കൺസേൺഡ് ആയിട്ടും കാര്യമൊന്നുമില്ല. എന്ത് വേണേലും നടക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് പണ്ടത്തെ മാതിരിയല്ല. എന്ത് സംസാരിക്കുമ്പോഴും എന്ത് പറയുമ്പോഴും ഒന്ന് കെയർഫുൾ ആവുന്നത് നല്ലതാണ്. കാര്യം ഇവർ നമ്മൾ കാണുന്ന അർത്ഥമല്ല, വേറെ ലെവലിലൊക്കെ ഇത് മാറ്റി കൊണ്ടുപോയി. പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എല്ലായിടത്തും വരുന്ന ഒരു സമയം. എല്ലാ കാര്യങ്ങളിലും വളരെ ഒരാളിത് ബിഹേവ് ചെയ്യുന്നതിൽ തന്നെ ഒരു എന്തെങ്കിലും വർത്തമാനത്തിൽ മാറിയാൽ വൻ കുഴപ്പമോ കേസ് കാര്യങ്ങൾ. അപ്പം വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ പ്രതിച്ഛായ മാറ്റിക്കളയും. എനിക്കിനി സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളതിനിടെ അധികകാലം ജീവിക്കണമെന്നില്ല. ഒരു 40 കൊല്ലം കൂടെ മാക്സിമം, അതിനപ്പുറം എനിക്ക് വേണ്ട. അത് പൊളി. ഓക്കെ, അശോകൻ ചേട്ടൻ നീ പറയാനുണ്ടോ? മിണ്ടിയ പ്രശ്നം അതാ നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളെ ന്യൂജൻ കുറച്ചും കൂടി ശ്രദ്ധയായിരിക്കുമല്ലോ. അല്ല, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകമായ ഇമേജിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ജീവിതാവസാനം വരെ മറ്റേ നമ്മൾ അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. നമ്മൾക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയേണ്ട സമയത്ത് നമ്മൾ പറഞ്ഞിരിക്കും. അത് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ നമ്മൾ വേറെ ആരും വേദനിപ്പിച്ചുകൊണ്ടാവരുതെന്ന് മാത്രം എപ്പോഴും ചെയ്യേണ്ട. അത്ര ഒരാളെ വേദനിപ്പിച്ചിട്ട് ഒരു കാര്യം പറയാൻ പാടില്ല. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട രീതിയിൽ പറയണം, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ ഇപ്പം ഇങ്ങനെ ഒരു എന്താ പറയണ ഇത് കാണണം ഈ ഒരു റോളെന്ന് പറഞ്ഞിട്ട് ഇനി CID മൂസ 2 ഞങ്ങൾക്ക് അതേപോലെ പ്രതീക്ഷിക്കാൻ പറ്റുമോ ശരിക്കും? എനിക്ക് അതിന്റെ സബ്ജക്റ്റ് ഒന്നും അറിയില്ല. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇന്റർവ്യൂവിന് വന്നപ്പോഴാണ് അറിയുന്നത് സിനിമ വരാൻ പോകുന്നു എന്ന് അറിഞ്ഞത്. 2027 ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇങ്ങനെ ഇതിൽ നിൽക്കാണ് CID മൂസയുടെ കാര്യം. ഇനി ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് ഇൻ ദ സെൻസ് നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞു, പ്രതിച്ഛായയെ പറ്റി പറഞ്ഞു. ഇന്നും നമ്മൾ സംസാരിക്കുന്ന ഒരാൾ തന്നെയായിരിക്കും ശ്രീനിയേട്ടനെ പറ്റി, ശ്രീനിവാസൻ. അപ്പോൾ ഞാൻ പണ്ട് ഒരു വീഡിയോ കാണുകയുണ്ടായി. അതായത് ഹനീഫിക്കയെ പറ്റി പറയുന്നത്. ഹനീഫിക്ക എന്ന് പറയുന്ന ഒരാൾ എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു
നിങ്ങളൊരു ബാക്ക് സ്റ്റോറി പണ്ട് നിങ്ങൾ ചെന്നൈയിലായിരുന്ന സമയത്തെ കഥ പറയുന്നത്. അപ്പോൾ നമുക്ക് തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ ശ്രീനിയേട്ടനെ അറിയാം, ആക്ടർ എന്ന രീതിയിൽ ശ്രീനിയേട്ടനെ അറിയാം, പക്ഷെ അല്ലാതെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ എങ്ങനെയായിരുന്നു? ഞങ്ങളൊന്നിച്ച് ഒരു ലോഡ്ജിലാണ് താമസിച്ചത്. ഒരു മാസത്തേക്ക് 45 രൂപയുടെ ഒരു ബെഡുള്ള ഒരു മുറിയാണ്. 3ാമത്തെ നിലയിൽ ആസ്പെറ്റോസ്, ഭയങ്കര ചൂടാണല്ലോ അനീഫ അവിടെ. അപ്പോൾ ഇങ്ങനെ സിനിമയ്ക്ക് വേണ്ടി ചാൻസിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങുന്നുണ്ട്. പുള്ളി ഒരു സൈഡിൽ കൂടെ അന്വേഷിച്ച് നടക്കുന്നത്, ഞാനും നടക്കുന്നുണ്ട്. വിഷമൊന്നും കിട്ടുന്നില്ല. അപ്പം വീട്ടിൽ നിന്നൊക്കെ ഒരു 100 രൂപ മണി ഓർഡർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന സംഭവം. അപ്പോൾ അനീഫ ഉച്ചയ്ക്ക് രാവിലെ ഫുഡ് കഴിക്കില്ല. ഞാൻ കൃത്യമായിട്ട് രാവിലെ 2 ഇഡ്ഡലിയെങ്കിലും പോയി രാവിലെ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. അനീഫ ഉച്ചയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബ്രഞ്ചായിട്ട് ഉച്ചയ്ക്ക് കഴിക്കും. രാത്രിയുള്ള സംഭവം അത് പുള്ളി ഒരു 4 പൊറോട്ട 5 പൊറോട്ട 5 ബുൾസൈൽ അന്നാണ് കണ്ടത്. ബുൾസൈൽ പെപ്പർ സോൾട്ട് കൂട്ടിയിട്ട് ഈ പൊറോട്ട ഒരു സൈഡിൽ നിന്ന് ഈ ബുൾസൈൽ കഴിച്ച് തുടങ്ങുമ്പോഴത്തേക്കും ബുൾസൈ ഒരു തരിശു ഭൂമി പോലെയാവും. എന്നിട്ട് അതിൻ്റെ പീസ് അങ്ങനെ കഴിയും. അങ്ങനെ ഒരു ദിവസം എനിക്ക് പൈസ ഇല്ല, എനിക്ക് രാവിലെ വിശപ്പ് സഹിക്കാൻ. ഞാൻ അനീഫടുത്തെന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ല, ഒരു 10 രൂപ തരാമെന്ന് കേട്ടോ. ഉടനെ പുള്ളി അവിടെ ഒരു ഖുറാനകത്ത് നിന്ന് ഒരു 10 രൂപ, ഖുറാൻ മെസ്സപത്തി അതിനകത്ത് നിന്ന് ഒരു 10 രൂപ. ഞാൻ പോയി കാപ്പ് കുടിച്ചു, വന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേക്കും പുള്ളി പോകുന്നില്ല. പുള്ളി കിടന്ന് ഉറങ്ങാൻ പോകണം. ഞങ്ങൾ നിങ്ങൾ പോകുന്നില്ലേ? ഇല്ല. ഞാൻ എന്ത് പറ്റി? എൻ്റെ അടുത്തുണ്ടായിരുന്ന അവസാനത്തെ 10 രൂപയാണ് ഇയാൾക്ക് എടുത്തു തന്നത്. എനിക്ക് പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റും, തനിക്കത് പറ്റില്ലെന്നറിയാം. എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അതാണ് അനീഫ പറയുമ്പോൾ ഒരു മരിച്ച ഫോട്ടോ അതൊക്കെ എൻ്റെ ഓർമ്മകളിൽ തെളിഞ്ഞത്. അങ്ങനെ അനീഫ അങ്ങനെ ചെയ്താൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പിന്നെ നല്ല ഫ്രണ്ടുമാണ്. പിന്നെ അനീഫയെ കൊണ്ട് സ്റ്റേജിൽ അനീഫയുള്ളൊരു സ്കിറ്റ് ചെയ്യാനാണ് പാടുന്നത്. ഞാനും അനീഫനും അങ്ങനെ ഒരു സീരിയസ് റോളാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ തമാശ കേട്ടിട്ട് സ്റ്റേജ് ചെയ്ത് ചിരിക്കുമൊക്കെ. ഞാൻ സ്റ്റേജ് ചെയ്ത് പുള്ളിയുടെ ഡയലോഗ് പറയാൻ പറ്റില്ല, പുള്ളി ഇത് കേട്ട് ചിരിച്ചോണ്ട് ഭയങ്കര ചിരിയാ. അപ്പൊ നിങ്ങൾ എത്ര അല്ല ഷൂട്ടിങ്ങിനൊക്കെ അത് തന്നെ. പഞ്ചാബി ഹൗസിന്റെ സമയത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് ജെറ്റിയിൽ വന്നിട്ട് ജെറ്റി ബോട്ട് വിട്ടുപോയെന്നൊക്കെ പറയില്ലേ, ആ സീൻ എടുത്തത് 5:30-6 മണിക്കൊന്ന് നമ്മൾ സെറ്റായി. ഒരു ഒരു എഴുതി നമ്മൾ ഒന്ന് പറഞ്ഞു നോക്കിയൊന്ന് അത് ഇംപ്രവൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് എടുക്കാനായിട്ടൊന്നും അവർ പറയുമ്പോൾ തന്നെ പുള്ളി ചിരി തുടങ്ങും. അത് കഴിഞ്ഞ് ഇത് എടുക്കാനായിട്ട് പുള്ളി അതിങ്ങനെ മനസ്സിലെത്തി പിന്നെയും ചിരിക്കും. അങ്ങനെ കട്ട് ചെയ്ത് എനിക്കൊന്നൊരു 10-11 മണി വരെ ആ ഷൂട്ട് ഉണ്ടായിരുന്നു. അത്രയൊക്കെ ഒരു സീൻ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. പ്രിയനൊക്കെ വഴക്ക് പറഞ്ഞു, ഈ സീനിൽ നിന്ന് മാറ്റും കേട്ടോ, നിങ്ങൾ ഈ ഇങ്ങനെ ഇവിടെ നിന്ന് ചിരിച്ചുകൊണ്ടെന്ന്. അങ്ങനെ ഇത് ആൾക്കാർക്ക് ചിരിക്കാനുണ്ട്, നിങ്ങളുടെ ഡയലോഗ് പോലും ഇല്ല. അങ്ങനെ പറയാം, നിങ്ങൾ ചിരിച്ചാൽ അങ്ങനെ നിങ്ങൾ സീരിയസ് ആയിട്ട് ചൂടാവേണ്ട ആളല്ലേ ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റും. ചിരിയാ നല്ലൊരാളായി. ഹനീഫിക്കയുടെ കാര്യം പറഞ്ഞു. എനിക്കതുമാതിരി തന്നെ ശ്രീനിയേട്ടനെ പറ്റിയുള്ളതും നിങ്ങളുടെ ഓർമ്മയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഓർമ്മയിൽ നിന്ന് പറയാൻ ഒരുപാടുണ്ട്. എവിടെ തുടങ്ങണം എന്ത് പറയാനുള്ള കൺഫ്യൂഷൻ. ഒരു ചെറിയ ഇൻസ്റ്റൻസ്, ബിക്കോസ് ശ്രീനിയേട്ടനെ ഇന്നും നമ്മൾ ചരിത്രം ഞാൻ ആദ്യത്തെ ബുദ്ധിമുട്ടുള്ള കഥകളൊക്കെ പറയാം. അപ്പോൾ നമുക്കൊരു കഥ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നമുക്ക് മാൽദീവ്സിൽ പോകാം, ഒന്ന് മാറി നിന്നാൽ നന്നായിരിക്കും. അങ്ങനെ പ്രിയദർശനെയും ശ്രീനിയെ കൊണ്ട് ഞാൻ മാൽദീവ്സിൽ പോയി. അവിടെ വെല്ലസോറി എന്ന് പറഞ്ഞ ജാപ്പനീസ് ഐലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ റൂൾ എന്ന് പറഞ്ഞാൽ ഈ പാൻറ്റും ഷർട്ടും അരിയും ബ്ലൗസും ഒന്നും ഇടാൻ പാടില്ല. ഈ പറഞ്ഞ ഒരു സ്വിമ്മിങ് ട്രങ്ക് പോലത്തെ ഡ്രസ്സേ ഇടാവും. മുകളിൽ ഷർട്ട് ഇടാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഐലൻഡാണ്. എല്ലാം സായിപ്പന്മാരേ ഉള്ളൂ. അതിനകത്ത് ആകപ്പാടെ മോശമായിട്ടുള്ള ഞങ്ങൾ 3 പേരാണ്. പിന്നെ അവിടെ ഈ പറഞ്ഞ റൂമിൽ അവിടെ മഴ ഈ വാട്ടർ ഇല്ലല്ലോ. ആ ഐലൻഡിനകത്ത് ഈ സൾഫറാണ് കുഴിച്ച് കഴിഞ്ഞാൽ നാറ്റമാണ്. അപ്പം റെയിൻ വാട്ടർ സ്റ്റോറേജാണ്. ആ റെയിൻ വാട്ടർ കളക്ട് ചെയ്തെന്നാണ് നമുക്ക് എല്ലാം കിട്ടുന്നതൊക്കെ. അങ്ങനെ 2 ദിവസമായി 3 ദിവസമായി 3ാമത്തെ ദിവസമായപ്പോൾ ഷീനെടുത്ത് തുടങ്ങി. ഷീനെ എന്നെ വിളിച്ചു, രാജു ഞാൻ ഒരുപാട് ആലോചിച്ചു, ഈ മാൽദീവ്സും പരിസരത്തും നല്ല കഥകളില്ല. നല്ല കഥകളുള്ള കേരളത്തിൻ്റെ മണക്കൂറുള്ള മണ്ണ് തന്നെ. നാളെ വൈകുന്നേരത്ത് ടിക്കറ്റ് എടുക്കും, നമുക്ക് പോവാം. അങ്ങനെ അവിടുന്ന് തിരിച്ച് ഫ്ലൈറ്റ് കയറി നാട്ടിൽ വന്നു. അങ്ങനെ പടം തുടങ്ങാൻ പോകും. ഷൂട്ടിംഗ് തുടങ്ങാനായിട്ട് കോഴിക്കോട് എല്ലാവരും വന്നു. ഡ്രസ്സ് കോസ്റ്റ്യൂം എല്ലാം തയ്ച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് വിളിച്ചെന്നെ പോയിട്ടുണ്ട്, ശ്രീനിയും പ്രിയനും കൂടെ. പിന്നെ ഒരു കാര്യം പറയുമ്പോൾ ഞെട്ടരുത്, മറ്റന്നാൾ ഷൂട്ടിംഗ് തുടങ്ങാനല്ലേ. അപ്പം അത് എല്ലാം വന്നു, യൂണിറ്റൊക്കെ വന്നു. പക്ഷെ അത് നടക്കില്ല. എന്ത് പറ്റി? ആ കഥ അങ്ങോട്ട് ശരിയായിട്ടില്ല. നമ്മൾ അയ്യോ അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നീ ടെൻഷൻ ഒന്നും അടിക്കണ്ട, ഞങ്ങളിതും ശരിയാക്കാം, നീ ഒരു 3 ദിവസം വെയിറ്റ് ചെയ്യും. ബാലങ്ക നേരത്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഒരു 3 ദിവസം കൊണ്ട് ഒരു ഓൺലൈനൊക്കെ ഉണ്ടാക്കി എല്ലാം കഴിഞ്ഞിട്ട് 1-ാം തീയതി ഷൂട്ടിങ് തുടങ്ങുന്നു. 3 ദിവസം ഷൂട്ടിങ് തുടങ്ങിയിട്ടാണ് ഞാൻ റെഡി ആയിട്ട് പോകുമ്പോൾ ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് നിന്ന് പുള്ളി പോകും. വടകരയിൽ വെച്ച് വണ്ടി ആക്സിഡൻ്റ് ആയപ്പോൾ ഞാൻ പേടിച്ചു പോയി. ഞാൻ ഓടി അവിടെ അന്ന് അംബാസഡർ കാറാണ്. ചിലപ്പോൾ അംബാസഡർ കാറിൻ്റെ ബാക്ക് സീറ്റ് വരെ വെളിയിൽ കിടക്കുന്നത്. ഞാൻ ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ഇതൊരു മേജർ ആക്സിഡൻറ്റ്, ശ്രീനി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അങ്ങനെ ഞാൻ കോഴിക്കോട് ഹോസ്പിറ്റലിൽ നിന്നും ശ്രീനിവാസൻ അവിടെ നിന്ന് പോയെന്ന്.
വേറെ ഹോട്ടലിലാണ് എഴുതാൻ വേണ്ടി താമസിച്ചത്. നമ്മളോട്ട് മഹാറാണില്ല. ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ ചുണ്ടിന് താഴെ 2 സ്റ്റിച്ചുണ്ട്, ഇവിടെ ഒരു മുറിവുണ്ട്. അപ്പോൾ ഞാൻ രാജു പേടിക്കൊന്നും വേണ്ട, അപ്പോഴെപ്പോഴല്ലേ എഴുതുള്ളൂ പുള്ളി, ഞാൻ എഴുതി തന്നോളാം എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ എനിക്കൊരു കത്ത്, പൊന്മുട്ടയിടുന്ന തട്ടാണ്, എൻ്റെ പേര് മാറ്റിയതാണ്, പൊന്മുട്ട താറാവാക്കിയത്. അത് സത്യന് ഒരേ നിർബന്ധം, ഞാൻ ചെയ്തില്ലെങ്കിൽ ആ പടം നടക്കില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു, ഇവിടുത്തെ ഷൂട്ടിങ്ങൊക്കെ നടക്കും, ഞാൻ സീൻ എഴുതി തന്നേച്ചോളാം. പുള്ളി അങ്ങ് പോയി. പക്ഷേ രാത്രി ആകുമ്പം ഒന്ന് CD ഫോൺ ചെയ്തിട്ട് ഓരോ സീൻ എഴുതി കൊടുക്കും. ചില ലോറി ഡ്രൈവേഴ്സ് അവിടെ വന്ന് നിന്നിട്ട് മണിമുള്ള സാർ താമസിക്കുന്ന ഹോട്ടലാണ്, ആ KPSC-ലുള്ള ഒരു കവറ് അല്ല ശ്രീനിവാസൻ്റെ കവറ് തന്നിട്ടുണ്ട്. പിന്നെ ഒരു ഷൂട്ടിങ്ങിന് പോകണമെങ്കിൽ ലളിത ചേച്ചി പറഞ്ഞു ഇവിടെ ഇറങ്ങിയിട്ട് തന്നിട്ട് ഞാൻ പറഞ്ഞു ഒരു സീൻ. ഇങ്ങനെ വന്ന് തന്നിട്ട് അവസാനം എന്ത് പറയും, 20ാമത്തെ ദിവസം പടം പാക്കപ്പ് ചെയ്തു. ഫുൾ ഷൂട്ടിങ് കഴിഞ്ഞൊരു ഷോട്ട്. ലാസ്റ്റ് ഡേ ശ്രീനിവാസം വരുന്നു, മോഹൻലാൽ നന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വൈകുന്നേരം കളിയാക്കി. വെളുപ്പിന് 6 മണിയാകുമ്പോൾ ഷൂട്ടിങ് പാക്കപ്പ്. 20ാം ദിവസം പടം ചെയ്തു. ചിത്രത്തിൻ്റെ കൂടെയൊക്കെ ഇറങ്ങിയിട്ട് ആ പടം 100 days സൂപ്പർ ഇട്ട്. അതാണ് വെള്ളാനകളുടെ നാട്. 20 days വിത്തൗട്ട് സ്ക്രിപ്റ്റാണ്. എല്ലാം രാത്രിയും വിളിച്ച് പറയും, ഫോണിൽ കൂടെ പറയും. അതൊരു നല്ല മെമ്മറി ആയിരുന്നു കേട്ടോ അത് പറഞ്ഞത്. ബാലേന്ദ്ര മേനോൻ സാറിന്റെ കാര്യം പറയുമ്പോൾ നിങ്ങളെല്ലാവരും ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്തതിന് മുന്നും ഇത് ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും സാറ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ പേര് തന്നെ വരാൻ കാരണം ഇല്ലേ, അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ശേഷമാണ്. അല്ല, ഈ ചിരി അതിലൊക്കെ ഞങ്ങൾ തമ്മിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രണ്ട്സ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രി കിടപ്പുണ്ട്. അപ്പൊ ഇപ്പം അസംബ്ലിക്ക് ശേഷമാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത്. അപ്പോഴും പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് പുള്ളിയുടെ കൂടെ അങ്ങനെ. എന്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ട്, ഞാൻ ഒന്ന് കാണിച്ചോട്ടെ, അദ്ദേഹമായിട്ടുള്ളത്. ഇത് ഏതൊരു കാലഘട്ടത്തിലെയാണ്? ഇത് 1981 മണിയമ്പിള്ളയിൽ ഞാൻ മേനോനെ അടിക്കാൻ എനിക്കൊരു ഉപദേശം തന്നിട്ടുണ്ട്. നീ വെറും മണിയമ്പിള്ളയല്ല, നീ ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രതിനിധി. ഈ കാണുന്ന മഹാന്മാരെ അറിയാം, ലെനിൻ്റെയും മാർക്സിൻ്റെയൊക്കെ ഫോട്ടോ കാണുമ്പോൾ ഞാൻ പറയാം നല്ല താടി എന്ന് പറയാം. ഈ താടിക്കാരാണ് ലോകത്തെല്ലാം മാറ്റിമറിച്ചത്, അതുകൊണ്ട് നീ അടിക്കാൻ വന്നാൽ തിരിച്ചടിക്കണം എന്നൊക്കെ പറയും. അങ്ങനെ ഇയാൾ ബാലേന്ദ്രൻ്റെ ക്യാരക്ടർ ഒന്നും ഒരു പെൺകുട്ടിയൊക്കെ ഏറ്റവും ഇടപാടുണ്ട് അതിനകത്ത്. അപ്പോൾ അത് കണ്ടുകൊണ്ട് വന്നിട്ട് മേനോൻ്റെ കാമുകയാണ് വന്നിട്ട് എന്നെ അടിക്കാൻ നേരത്ത് ഞാൻ മേനോൻ്റെ കൈ കയറി പിടിക്കും. എന്നിട്ട് പറയുന്നൊരു ഡയലോഗുണ്ട്, ഞാൻ ഒരു തൊഴിലാളിയാണ്, എനിക്ക് തൊട്ടാ കൊന്നുകളയെന്ന് പറയുന്നത്. അതാണ് സ്ഥിതി. അതാണ് എനിക്ക് തോന്നുന്നത് സാർ ഇട്ടേക്കുന്നതാണ്. മെയ് 1 ഹാപ്പി ലേബർ ഡേ എന്ന് പറഞ്ഞു. അന്നാണ് പടം റിലീസായത്. ലോക തൊഴിലാളി ദിനത്തിനാണ് പടം റിലീസായത്. എന്നെ ആരെങ്കിലും അടിക്കാൻ വന്നാൽ നീ പറയണം ഞാൻ ഒരു തൊഴിലാളിയാണ്, സൂക്ഷിക്കണമെന്ന് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചാണ്. ഇങ്ങനത്തെ കൈ തന്നെ ഞാൻ പിടിക്കുക. അതാണ് സ്ഥിതി. എവിടെ നിർത്തി ഫോട്ടോ തപ്പി കണ്ടുപിടിച്ചു. ഓക്കെ. അതേപോലെ പിന്നെ എനിക്ക് എപ്പോഴും മനസ്സിലുള്ള ഒരു ചോദ്യമാണ്, അതായത് നമ്മൾ സിനിമയിൽ നിങ്ങളെല്ലാവരും നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് വേറെ ആൾക്കാരോട്, എന്നാൽ എനിക്ക് നിങ്ങൾ 4 പല ജനറേഷനിലുള്ളവരാണ് ഇരിക്കുന്നത്. സോ ചോദിക്കാനുള്ളതാണ്, ഈ സിനിമയിൽ വരിക എന്നുള്ളത് പറയുന്നത് ലക്ക് ഉണ്ടെന്ന് പറയും, ഹാർഡ് വർക്ക് ആൻഡ് ഡിറ്റർമിനേഷൻ ഉണ്ടെന്നും പറയും ഒരു കൂട്ടം ആൾക്കാർ. രണ്ടും ഉണ്ടാകാം. എന്നാലും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് തന്നെയാണ് മുന്നിട്ട് നിൽക്കുന്നത്? എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ആദ്യം നമ്മൾ ജീവിതത്തിൽ ഒരു അംബീഷ്യസ് ആകണം. നമ്മുടെ ഒരു പാഷനാണ് ഇത്, ആഗ്രഹമാണ് അങ്ങേറ്റത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് കഠിന പ്രയത്നം തന്നെയാണ്, ഹാർഡ് വർക്കാണ്. പിന്നെ ഇതിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഡെഡിക്കേഷൻ ഭയങ്കരമാണ്. ഇതിനകത്ത് പിടിച്ച് നിൽക്കണം, വലിയ കാര്യമല്ലേ. 50 വർഷമായിട്ട് ഞാൻ സിനിമയിൽ നിൽക്കുന്നില്ലേ, ഒരാൾ ഒരു സീൻ കിട്ടാൻ. അല്ലെങ്കിൽ എത്രയോ പേര് എൻ്റെ കൂടെ അഭിനയിച്ചൊരു മരിച്ചുപോയവരല്ലാതെ, മരിച്ചുപോയവർ തന്നെ എത്രയോ പേരുണ്ട്. ഞാൻ പറയുന്നത് അമ്മ അസോസിയേഷൻ തുടങ്ങിയിട്ട് 94-ലാണ്. ഇപ്പം 2026 31 വർഷത്തിനിടയ്ക്ക് ഏതാണ്ട് 130ഓളം പേര് മരിച്ചിട്ടുണ്ട്. നമ്മൾ അയ്യോ എന്ന് പറയും. പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ അമ്മയുടെ ഓഫീസ് നോക്കണം, അവരുടെ എല്ലാം ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഫോട്ടോയിൽ ഇരിക്കുന്ന പണ്ടാരോ പറഞ്ഞാൽ "One day I will also hang like this" പറയുന്നത് ഞാൻ പറയുന്നത്. അപ്പോൾ അതിന് വേണം, ഈ ഒരു കാര്യമാണ്, പരിശ്രമം വേണം. ഇത് എവിടെയെങ്കിലും വെച്ച് നമ്മൾ തളർന്നു പോവുകയോ ഇത് നമുക്ക് പറ്റൂല, ഇവരൊന്നും നമ്മളെ അടുപ്പിക്കത്തില്ല, നമുക്ക് കിട്ടത്തില്ല, അവർക്കൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോയി നമ്മൾ ഫൈറ്റ് ചെയ്യണം. എനിക്ക് സുഖമില്ലാതായപ്പോൾ ഞാൻ ഒന്ന് മമ്മൂട്ടിയെ വിളിച്ചു. നമ്മൾ ഇങ്ങനെ എനിക്ക് സുഖമില്ല, സർജറി കണ്ടു. പറഞ്ഞ മറുപടി എനിക്ക് അങ്ങേയറ്റം ഉത്തേജനം തരുന്നതാണ്, നീ ഫൈറ്റ് ചെയ്യണടാ, നീ അങ്ങനത്തെ ഒരു തല്ല ഫൈറ്റ് ചെയ്യണടാ എന്ന് പറഞ്ഞു. അത് ഞാൻ എന്നെ ചില റേഡിയേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ പേടിക്കില്ല, പേടിച്ച് കിടക്കും. ഞാൻ ഇങ്ങനെ കണ്ണടച്ച് വെച്ചിട്ട് ഫൈറ്റ് ചെയ്യണോടാ, ഫൈറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആക്ടിങ്ങിൽ വരാനും മുമ്പോട്ട് പോകാനും ഒക്കെ നമ്മൾ ഫൈറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ വേറെ ആളിനെ കൊല്ലാനോ പിടിക്കാനോ അല്ല, നമ്മൾ സത്യസന്ധമായിരിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം. എല്ലാം ഭാഗ്യം പിന്നെ താനെ തേടി വരും, താനേ വരും. അപ്പോൾ അശോകൻ ചേട്ടനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കണ്ട് വളർന്ന ആ ഒരു ക്യാരക്ടറിൽ നിന്നെല്ലാം നേരെ മാറിയിട്ടുള്ള റോൾസാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ പ്രത്യേകിച്ച് കേരള ക്രൈം ഫയൽസ് ഒക്കെ കണ്ടിപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. ആ ഒരു ഇതിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ചേഞ്ച് ആണല്ലോ എൻറ്റയർലി.
എന്ത് തോന്നുന്നു, ഈ സിനിമയിലെ ഒരു അപ്ഗ്രേഡേഷൻ തന്നെ നടന്നല്ലോ ക്യാരക്ടർ വൈസും അഭിനയ ജീവിതത്തിലും? എന്താ ശരിക്കും തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ഇതിൽ നിൽക്കുന്നത്? ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ്. കാരണം പൊളിറ്റീഷ്യനായിട്ട് കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. പല കോമഡി ആയിട്ടും കോമഡി ചെയ്തിട്ട് സീരിയസും ചെയ്തിട്ടുണ്ട്. അല്ല, സീരിയസും ചെയ്തിട്ടുണ്ട് പൊളിറ്റീഷ്യനായിട്ട്. പക്ഷെ അന്നൊക്കെ അഭിനയിച്ചേക്കുന്ന ശൈലിയിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ഇതിൽ ചെയ്യാൻ പറഞ്ഞത് എന്നോട്. ഇങ്ങനെയാണ് ഈ ക്യാരക്ടർ, അതൊന്ന് പിടിച്ച് ചെയ്താൽ മതി. പക്ഷേ ഇത് എനിക്ക് തന്നെ തോന്നുന്നു, ഒരു പറഞ്ഞ പോലെ 30-40 വർഷം കഴിഞ്ഞു ഞാൻ സിനിമയിൽ വന്നിട്ട്. 350 സിനിമകൾ ചെയ്തു. അത്രയും വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ അത്രയും സിനിമകൾക്കുള്ളിൽ എനിക്ക് തന്നെ തോന്നി എന്നെക്കുറിച്ച് പറ്റുള്ളൂ. ഇപ്പോൾ ഒരാഴ്ചനൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇത്രയും നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. എനിക്ക് കിട്ടിയ വിശ്വസിക്കാൻ പറ്റില്ല. എനിക്ക് ആ വേഷങ്ങളിൽ കിട്ടിയേക്കണതിൽ ഇത്രയും വർഷത്തിൽ ഇത്രയും പടം ചെയ്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വേഷം എനിക്ക് അറിഞ്ഞ് തന്നു. അത് ഭംഗിയായിട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമായി. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ വരിക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം. ഞങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയത്താണ്. കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പിടിച്ച് നിൽക്കാൻ. അതിനേക്കാൾ ഈസിയായിട്ട് ഇറങ്ങി പോവാ ചെയ്യാം. ഇപ്പോ എന്ന് പറഞ്ഞാല് ഇഷ്ടംപോലെ ആൾക്കാർക്ക് അവസരങ്ങൾ കിട്ടും. പുതിയ ഡയറക്ടേഴ്സും പുതിയ സബ്ജക്ട് പുതുമുഖങ്ങളല്ല, പുതിയ ബ്രെയിൻസ് ഒരുപാട് യങ്സ്റ്റേഴ്സ്, നല്ല ഡയറക്ടേഴ്സ്, റൈറ്റേഴ്സ്, ആക്ടേഴ്സ് എല്ലാവരും. പണ്ട് നമ്മൾ മിമിക്രി ചെയ്തിട്ടുള്ള കാലഘട്ടത്തിൽ തന്നെ ദൂരദർശൻ മാത്രമുള്ളപ്പോൾ ഒരു പ്രോഗ്രാം ഒരു 5 മിനിറ്റ് ഷോ ചെയ്യാനായിട്ട് എഴുതി റിക്വസ്റ്റ് ചെയ്ത് നമുക്ക് കൊണ്ടു കൊടുത്ത് തള്ളിയിട്ടുണ്ടാവും. ആ സമയത്ത് കാരണം അതിന് അവസരം കൊടുക്കാൻ അവർക്ക് ഫോർമാലിറ്റീസ് ഇല്ല. ഇന്ന് ജനിച്ചു കഴിഞ്ഞ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഇപ്പോൾ 10 വേണ്ട 5 വർഷമുള്ള കുട്ടികൾ വരെ ചാനൽ ഓപ്പണാണ്. എന്ത് പരിപാടിക്ക് അത് ചാനൽ കാണിക്കുന്ന ഭയങ്കര ധൈര്യം. അത് പിള്ളേർ എന്തോരം പേരാണ് ഈ ചാനലുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അന്ന്. നമ്മൾ തന്നെ സ്റ്റേജിൽ നിന്ന് പിടിച്ച് ഷോ ചെയ്ത് ആൾക്കാരോട് അന്വേഷിച്ച് നടന്ന് വേഷങ്ങൾ വാങ്ങിച്ച് അങ്ങനെ തെണ്ടി എന്ന് പറയാം. പക്ഷെ തെണ്ടലല്ല, അത് നമ്മുടെ ആവശ്യമായിരുന്നത്. അങ്ങനെ ഒരുപാട് അവസരങ്ങൾക്ക് വേണ്ടി ഓടി നടന്നത്. ഇന്ന് ഈസി ആയിട്ട് ചാനൽ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇത്ര പുതിയ പിള്ളേരാണ് സിനിമയിൽ വരുന്നത്. മിടുക്കന്മാരായിട്ടുള്ള പിള്ളേർ ഒരുപാട് പേര്, അവർക്കൊക്കെ അവസരമുണ്ട്. ഇവരൊന്നും അങ്ങനെ ഇപ്പൊ വന്നൊന്നല്ല, ഇവർ ബേസിക്കലി കാണിച്ചില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നമ്മൾ ഇപ്പോഴും അവരുടെ കൂടെ അഭിനയിക്കുന്നു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. നിശാന്ത് ചേട്ടാ, സെക്കൻഡ് വേവ് ആണെന്ന് ഞാൻ പറയട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം വന്നിട്ട് ഒരു റോൾസിൽ വന്ന് തകർക്കുന്നത് ക്യാരക്ടർ റോൾസിൽ സുന്ദര വില്ലനായിരുന്നു നമ്മുടെ. തിരിച്ചു വന്ന് അല്ല, സുന്ദര വില്ലനായിരുന്നു ഒരു സമയത്ത്. ഇപ്പൊ ഒരു ക്യാരക്ടർ റോൾസ് വന്നിട്ട് ഞാൻ സൗന്ദര്യം ഇപ്പോഴും ഉണ്ട്. സുന്ദര ക്യാരക്ടർ അത് പറയാൻ വേണ്ടിട്ട് എടുത്തത്. സുന്ദര ക്യാരക്ടർ ചെയ്യുന്ന ആള് ക്യാരക്ടർ റോള്. അവ ശരിക്കും പറയും, ഞാൻ ഈ പറഞ്ഞത് വലിയൊരു ഫാക്ടർ ആണോ? ലക്ക്, ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ? ശരിക്കും ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ അതെ, ഈ പരിശ്രമം, ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ നന്നായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഈ നന്നായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ചെയ്യേണ്ട പണികളും കാര്യങ്ങളും ഒക്കെ ചെയ്തും, അതല്ലാണ്ട് നമ്മുടെ മനസ്സുമൊക്കെ ഒരു ഭയങ്കര ഈ സംഘർഷഭരിതമാക്കാണ്ട്, അതാ ഞാൻ ഉദ്ദേശിച്ചത്. നന്നായിട്ട് ഇരിക്കുക. ഇപ്പം നന്നായിട്ട് അഭിനയിക്കാനും നല്ലൊരു ആക്ടർ ആവാൻ ആഗ്രഹമുള്ള ഒരാൾ രാവിലെ തൊട്ട് രണ്ടെണ്ണമൊക്കെ അടിച്ചിരിക്കുവാണെങ്കിൽ, രണ്ടെണ്ണമൊക്കെ അടിച്ച് വേറൊരു മൂഡ് പിടിച്ചിരിക്കുന്ന ഒരാൾക്ക് ഒരു പക്ഷേ അതെ ആ ഒരു ആഗ്രഹത്തിലേക്ക് എത്തിച്ചേരാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പൊ നന്നായിട്ടിരിക്കുമ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നല്ലത് സംഭവിച്ചിട്ടുള്ളത്. അതെ, ഞാൻ ആ സിനിമയിൽ നിന്ന് അതെ കുറെ നാള് ഞാൻ ആ മാറിയും അല്ല നന്നായിട്ടിരിക്കാത്തോണ്ട് തന്നെയാണ്. നന്നായിട്ടിരിക്കുമ്പം എല്ലാം നല്ലത് വരും. അതെ. വിഷ്ണു അതുമാതിരി ഇപ്പം ന്യൂ കമ്മർ എന്ന് പറഞ്ഞാലും ഭയങ്കര ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ഒരാളാണ്, പറയാതിരിക്കാൻ വയ്യ. സോ അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, ഹൗ ഡു യു ഫീൽ ഈ ഒരു നമ്മൾ ഈ പിടിച്ചു നിൽക്കുക? അശോകൻ ചേട്ടൻ മുന്നേ പറഞ്ഞൊരു കാര്യമാണ്, നമ്മളിത് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമാണല്ലോ സിനിമയിൽ. അതിനെ പറ്റി അല്ല, എനിക്ക് തോന്നുന്ന ലക്ക്, ഹാർഡ് വർക്ക്, ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞല്ലേ, നമുക്ക് ഉറപ്പായിട്ടും എന്തെങ്കിലും നമുക്ക് ഇതിൽ കഴിവുണ്ടെങ്കിൽ ഒരു കഥാപാത്രം കിട്ടി അത് മനുഷ്യർ കണ്ടാലേ നമുക്ക് പോലും അറിയാവുള്ളൂ നമുക്ക് അത് പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അപ്പോൾ ലക്ക് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പ്രയത്നിക്കുന്നതിൻ്റെ ഇടയിലാണ്. അല്ല, ഒരു കാര്യം കൂടി പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഓഡിയൻസിൻ്റെ പൾസ് അറിയാവുന്ന ഒരു കലാകാരൻ എന്നുകൊണ്ട് സ്റ്റേജ് ആർട്ടിസ്റ്റാണ്. കാരണം പ്രത്യേകിച്ച് മിമിക്രിക്കാർ. നമ്മളിപ്പോൾ ഇവിടെ എറണാകുളത്ത് ഒരു ഷോ ചെയ്യുകയാണ്, ഒരു 2-2.5 മണിക്കൂർ ഷോ ചെയ്യുകയാണ്. നമ്മളൊരു ഐറ്റം കളിച്ചു, അപ്പോൾ ആൾക്കാർ കൈയടിച്ച് ചിരിച്ചു. അപ്പോൾ അവർക്ക് നമ്മൾ 2-3 ഐറ്റം നമുക്കറിയാം, ഈ ട്രെൻഡ് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഇതാണ്, നമുക്കിത് പിടിച്ച് കഴിയുക. അതിനൊരു കഥയില്ല. നാടകം തുടങ്ങുന്ന ഒരു വലിയ കഥ പറയണമല്ല, ഓരോന്നിനും ഓരോ കഥയാണ്, ഓരോ സ്കിറ്റിന് 5 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് ഉള്ളൂ. നേരമ്പോൾ കണ്ണൂർ ചെന്നിട്ട് ഞങ്ങൾക്ക് അനുഭവമുള്ളതാണ്. കണ്ണൂർ പോയിട്ട് ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ സ്കിറ്റ് കളിച്ചപ്പോൾ അവിടെ അവർക്ക് ചിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഭാഷ ഭയങ്കര പ്രശ്നമാണ്, സ്ലാങ്. അപ്പോൾ നമ്മൾ യന്ത്രമനുഷ്യൻ ഇട്ടോ എന്ന് പറഞ്ഞാൽ അടുത്ത യന്ത്രമനുഷ്യൻ ഇട്ടപ്പോൾ അവർക്കത് ഭയങ്കര ആസ്വാദ്യമായി. നേരെ അങ്ങനെ കൈനോട്ടക്കാരനിട്ട് മരുന്ന് കച്ചവടം ഇട്ട് അങ്ങനെ മാറ്റി ലിസ്റ്റ് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഓഡിയൻസിലെ പൾസ് എന്താണെന്ന് നമ്മൾ അപ്പം പഠിക്കുകയാണ്. അതറിയാവുന്ന ഏക കലാകാരൻ ശരിക്ക് മിമിക്രിക്കാരനാണ്. സ്റ്റേജ് കൈകാര്യം ചെയ്തിട്ടുള്ളത് സ്റ്റേജ് കൈകാര്യം ചെയ്ത കൂടുതലും മിമിക്രിക്കാരാണ്. പെട്ടെന്ന് ആൾക്കാരെ ഇതറിയാൻ പറ്റും. ശരിയാണ്, നമ്മളൊക്കെ ആ സീരീസ് ഒക്കെ കണ്ട് വളർന്ന ഇതിലല്ല ഞാൻ പറഞ്ഞത്, ഇവർക്ക് കുറച്ചും കൂടി പിടിക്കാൻ പറ്റും. പിന്നെ എസ്പെഷ്യലി ഹ്യൂമർ എന്ന് പറയുന്ന സ്പേസിൽ നമ്മളെ ചിരിപ്പിക്കാനായിട്ട് ഒരാൾ നിൽക്കുന്നു എന്ന് പറയുന്നത് അപ്പോഴത്തെ റിസൾട്ട് അല്ലേ. ചിരിച്ചു അല്ലെ ചിരിച്ചില്ല, അത് വിജയവും പരാജയവും ഒക്കെ ഭയങ്കര മൊമെന്റിലാണല്ലോ. പക്ഷേ ഇതിൻ്റെയൊക്കെ മീറ്റർ നമുക്കറിയാം, ഈ കോമഡിയുടെ മീറ്റർ എന്താണെന്ന്. പക്ഷേ അവിടുന്ന് പെട്ടെന്ന് നമ്മൾ സീരിയസ് സംഭവങ്ങളിലേക്ക് വരാൻ നമുക്ക് ശരിക്ക് കഷ്ടപ്പെടണം. നമ്മളത് മാറ്റണം, അതിൻ്റെ മീറ്റർ മാറ്റണം, അതിൻ്റെ സ്റ്റൈല് മാറ്റണം, റെൻഡറിങ് സ്റ്റൈലും എല്ലാം കുറേ പഠിക്കാനുണ്ട്. പക്ഷെ അങ്ങനെ മാറി വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയുള്ള വേഷങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങും. അതിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളെല്ലാം പല ടീമുകളായിരുന്നു, മോഹൻലാലിൻ്റെ ഇവിടെ മോട്ടോടെ എല്ലാം കൂടെ ദുബായ് ഷോയ്ക്ക് പോയിരുന്നു. നമ്മൾ പോകുമ്പോൾ അറ്റ് എ ടൈം ഒരു 10 പ്രോഗ്രാംസ് ആയിരിക്കും. ദുബായ്, അബുദാബി, ഷാർജ, ബഹറിനൊക്കെ ചെയ്തിട്ട് വരുന്നത്. ഇപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് അത് നിന്നുപോയി. വേറെ ഒന്നുമല്ല, ഇന്നിവിടെ ദുബായിലൊരു ഷോ ആണ്. നമ്മളത് ചെയ്യുമ്പോഴത്തേക്കും 4K റെസൊല്യൂഷനിൽ മൊബൈലിൽ ഷൂട്ട് ചെയ്യും. രാത്രി 12 മണിക്ക് തന്നെ ഇത് പോസ്റ്റ് ചെയ്യും. ഇതേ സാധനം പിന്നെ നാളെ ബഹറിലും മറ്റേടത്തും സാഹചര്യം കളിക്കാൻ പറ്റൂല. അവിടെ അതൊക്കെ തീർന്നു. ഇതാണ് അവരെ കാണാം. അത് സുഖമായിട്ട് ഇതിനകത്ത് 4K റെസൊല്യൂഷൻ വീട്ടിൽ ഇരുന്ന് കാണാമല്ലോ. അങ്ങനെ ഷോ പൊളിഞ്ഞു പോയി. ഇപ്പോൾ ഒരു ഷോകളും അങ്ങനെ നടക്കുന്നില്ല. വളരെ ഒരാൾ 2 പേരായിട്ട് പോയി ഒരു പാട്ടൊക്കെ പാടി വരുന്നതല്ലാതെ വേറെ ഗ്രൂപ്പായിട്ട് പോകുന്ന ഷോകൾ നിന്നുപോയി. ആര് കണ്ടുപിടിച്ചത്? പക്ഷെ അന്നത്തെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അന്ന് നമ്മൾ പറയില്ലേ ഓൺ ദ സ്പോട്ട് നമുക്ക് കയ്യടി കിട്ടും, ആ സമയത്ത് ഒരു ഹരം വേറെ ഒന്നും തന്നെയല്ലായിരുന്നു. ഞാൻ പറയാം, എന്നെ സമയത്തുള്ള ഞാൻ ഈ പറഞ്ഞ നാടകങ്ങൾ അത് ഇതൊക്കെ അഭിനയിച്ച് വന്നതാണ്. പക്ഷേ ഇതേമാതിരി ഷോയ്ക്ക് എവിടെയെങ്കിലും പോകുമ്പോൾ തട്ടി കയറുമ്പോൾ ഒന്ന് മുട്ട് പറയും, ഒരു പതർച്ചയുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ആൾക്കാരുടെ ഒരു ആരവവും കയ്യടിയും കാണുമ്പോൾ ചടകുടഞ്ഞ് എണീറ്റ് നമ്മൾ ആളായി. പ്രസംഗിക്കുമ്പോഴും അങ്ങനെ ഫസ്റ്റ് സെൻറ്റൻസ് കഴിയുമ്പോൾ ആൾക്കാരുടെ ഒരു കയ്യടിയും ചിരിയും കാണുമ്പോൾ നമ്മൾ ട്രാക്കിൽ വിടണം പോകും. മോഹൻലാൽ തന്നെ ഇപ്പോൾ ചോദിച്ചു, എപ്പോഴെങ്കിലും നെർവസ് ആവണം പുള്ളിയുണ്ട്. ഒരു സിനിമ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുക്കില്ല പടത്തിൻ്റെ. ആ സമയത്ത് അത് എനിക്കും ഉണ്ട് സംഭവം, എനിക്കെന്നല്ല എല്ലാവർക്കും ഉണ്ട്. ആ ഷോട്ട് ഡയറക്ടർ ഓക്കെ പറയുമ്പോൾ നമ്മൾ ആ ക്യാരക്ടർ ഓക്കെ അതിൽ പിടിച്ച് പിന്നെ ഫുൾ പിക്ചറിലങ്ങ് പോകും. അപ്പോൾ ആദ്യം എല്ലാ ആൾക്കാർക്കും അങ്ങനെ ഒരു വരും. എനിക്ക് ഇപ്പോഴും പേടിയാണ് സ്റ്റേജ്. ഞാൻ ഉദാഹരണത്തിന് ഒരു സ്ഥലം പറയുന്നില്ല, ഞാൻ എൻ്റെ പ്രോഗ്രാം അതൊക്കെ എനിക്ക് ഷോ ഉണ്ടായിരുന്നു. സിനിമയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ സ്ഥലത്ത് എനിക്ക് ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഓണം പ്രോഗ്രാമിന് എൻ്റെ പ്രോഗ്രാം ഞാൻ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ കളക്ടർ പറഞ്ഞത് എൻ്റെ കെയർ ഓഫ്, എൻ്റെ കൂട്ടുകാരൻ്റെ കെയർ ഓഫിൽ പറഞ്ഞു കളക്ടർ നമുക്ക് വെക്കാം. പിന്നെ വേറൊരു പാർട്ടി അതിന് ഒബ്ജക്ഷൻ പറഞ്ഞു. ഈ പ്രോഗ്രാം അതിലുണ്ടായിരുന്ന ഒരു ലേഡിയാണ്, ലേഡീനെ കൊണ്ട് ഈ ഒരാൾ പറയിപ്പിച്ചാണ്. ലേഡി പറഞ്ഞ പരിപാടി ഭയങ്കര ബോറാണ്, എൻ്റെ പരിപാടി വളരെ മോശമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെയ്തേക്കുന്ന എല്ലാ സ്റ്റേജും സൂപ്പറാണ്. കാരണം ഞാനെന്ന് പറഞ്ഞാൽ സ്റ്റേജിൻ്റെ സൈഡിൽ നിന്ന് ആർട്ടിസ്റ്റുകൾ പോലും നോക്കാൻ പാടില്ല. പെർഫോം ചെയ്യുമ്പോൾ സൈഡിൽ നിന്ന് വേറെ ഡാൻസേഴ്സൊക്കെ ഒന്നും, ഞാൻ അത് സ്ട്രിക്റ്റ് ആണ്. ഒരാൾക്ക് 200 രൂപ ഫൈനാണ്, അത് അവർക്ക് തന്നെ കൊടുക്കും ലാസ്റ്റ്. അങ്ങനെ സ്ട്രിക്റ്റായിട്ട് ഞാൻ സ്റ്റേജിൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് അങ്ങനെ ചെയ്തത്. ഈ പരിപാടി സ്ഥലത്ത് തുടങ്ങി ബീച്ചിലാണ് പരിപാടി. കാരണം ബീച്ചിൽ പ്രോഗ്രാം കേൾക്കുന്നതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ബൂസ്റ്റ് ചെയ്ത് സൗണ്ട് ഇട്ടിട്ട് നമുക്കിങ്ങനെ ഫീഡ്ബാക്ക് വളരെ കുറവായിരിക്കും, പരന്ന് കിടക്കുകയല്ലേ. ആ സ്റ്റേജിലേക്കാണ് ആദ്യമായിട്ട് ഞങ്ങൾ ചെന്നിട്ടും ഡാൻസേഴ്സ് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞു കിരണേ, മാനേജർ വെച്ചാൽ കിരൺ നീ ഒരു പണിയിടാ, പാട്ട് കയറ്റാൻ നോക്കുന്നത്. ആദ്യം ഒരു പാട്ട് കയറ്റി ടൈറ്റിൽ മ്യൂസിക് വെച്ച് പാട്ട് കയറ്റുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവരെ വിളിച്ചു ഡാൻസേഴ്സിന്, വഴി ബ്ലോക്കാണ് കേട്ടോ, ഓണമല്ലേ വഴി ബ്ലോക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേജ് വണ്ടിയുടെ അകത്ത് കംപ്ലീറ്റ് തുണി മറക്കാൻ പറഞ്ഞു. എൻ്റെ പെണ്ണുങ്ങളെല്ലാം ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു ഉള്ളിൽ, വേറെ മേക്കപ്പ് വന്ന് ഒരു പാട്ട് ടൈറ്റിൽ മ്യൂസിക് കഴിഞ്ഞപ്പോൾ ഇവർ നേരെ ഡാൻസ് ഇട്ടു. പക്ഷെ പാട്ട് തുടങ്ങി ടൈറ്റിൽ മ്യൂസിക് തുടങ്ങി കൂക്കോട് കൂക്കാം. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം മറ്റേ പാർട്ടി ഒന്ന് കളിക്കുകയാണ് ഫ്രണ്ടിലിരുന്നു. അത് വെറുതെ ആ പാട്ട് തീരണവരെയും കൂവുക, ടൈറ്റിൽ മ്യൂസിക് തീരണവരെയും കൂവുക, അതിനൊക്കെ ആരും പോവാറില്ല. ഇങ്ങനെ കൂവി കഴിഞ്ഞാൽ പിന്നെ ഈ ഡാൻസും അതും കൂവി
ഇത് കഴിഞ്ഞിട്ട് ഞാൻ കയറണം ഫസ്റ്റ്. എൻ്റെ കയറുന്ന സമയം ഒറ്റ കൂടി കഴിഞ്ഞിട്ട് ഞാൻ കയറിക്കോളാം. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഇവരെ നിർത്തിക്കണം ഇത്. അങ്ങനെ ഞാൻ കയറി നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ തന്നെ കൂക്കൂടെ, ഞാൻ ടീമാണ് മറ്റേ ടീമൊക്കെ. ഞാൻ വന്നിട്ട് നിർത്താതെ ഇങ്ങനെ ഇത് ബാബുരാജ് സാറും മറ്റേ സാറ് ഇവർ മറ്റേ കലാകാരന്മാരും രഞ്ജിത്തിനും മറ്റേ ഇവരൊക്കെ ജനിച്ച് വീണ മണ്ണാണ്, ഈ മണ്ണിൽ നിന്ന് ഒരു മിനിറ്റ് പോലും നമുക്ക് മാറിയിക്കാൻ പറ്റില്ല. ഇവിടെ കല കൊണ്ട് കൈലാസം നടത്തിയാലും ശരിയാണ്, ഇവിടെ കയ്യടി മേടിച്ച് പോകാമെന്ന് നിർത്താതെ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ നിർത്തി. അതാണ് നമുക്ക് കിട്ടിയ സ്റ്റേജിൻ്റെ ഒരു പൾസ്. അത് പറഞ്ഞ് ഞാൻ നിർത്തിച്ചിട്ട് ഞാൻ പറഞ്ഞു ഒരു പാട്ടും പാടി പിന്നെ കയറി പരിപാടി. അപ്പൊ ഇതൊക്കെ ഇതിന്റെ സ്റ്റേജിലിട്ടൊരു ഗിമിക്സുകളാണ് ഇതൊക്കെ. ഇന്ന് അതൊക്കെ മിസ് ചെയ്യുന്നുണ്ട് അല്ലേ ആ ഒരു പരിപാടിയൊക്കെ. നിവിൻ പോളിയാണ് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രമായിട്ട് വരുന്നത്. ഇപ്പം നിവിൻ പോളി ഈ അടുത്ത് സർവമായ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇതാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്ന നിവിൻ പോളി എന്ന് പറഞ്ഞ എല്ലാവരും പറയുന്നത്. നമ്മൾ സർവമായയിൽ കണ്ടു കഴിഞ്ഞപ്പോഴേ എല്ലാവരും പറയും അയ്യോ ഞങ്ങൾക്ക് ഇങ്ങനൊരു നിവിൻ പോളിനെ ഒന്ന് കാണാൻ ആഗ്രഹം എന്നാണ്. പക്ഷെ ഇത് ശരിക്കും വരുമ്പോൾ വേറൊരു നിവിൻ പോളി മുഖമാണല്ലോ ശരിക്കും. മെച്ചുവേർഡ് ആക്ടിംഗ് ആണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിവിൻ പോളി, ആളുകൾക്ക് ഇഷ്ടമുള്ള നിവിൻ പോളിയും ഇതും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ആള് പുട്ട് ഔട്ട് ചെയ്ത് വന്നിട്ടുണ്ട്? ഡെഫിനറ്റ്ലി ആളുകൾക്ക് ഇഷ്ടപ്പെടും. ഇത് രണ്ട് ഡിഫറെൻ്റ് ആണ്. കാരണം ആ ഒരു വർഷം ചെയ്യുന്ന ആൾ ഈ ഒരു വർഷം ചെയ്യാൻ നേരത്തിന് കയ്യടി കിട്ടണം. കാരണം ഇതും കലക്കി അതും കലക്കി എന്ന് പറയുന്നത് എന്ത് ക്യാരക്ടർ കിട്ടിയാലും ചെയ്യാൻ നമ്മൾ സന്നദ്ധനാണ്. അത് ഭംഗിയായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് നമുക്ക് കയ്യടി കിട്ടുന്നത്. ഇതിൽ എന്തെങ്കിലും ഗംഭീരമായിട്ടുണ്ട്. നിവിൻ ചേട്ടന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തോന്നിയ ഒരു കാര്യമാണ് ഈ നെപ്പോ കിഡ്സിനെ പറ്റിയിട്ട്. നിവിൻ ചേട്ടൻ്റെ ഒരു സിനിമയ്ക്കകത്ത് നിവിൻ ചേട്ടൻ പറയുന്ന ഒരു പരിപാടിയുണ്ട് വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ അകത്ത്. അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇവിടെ വേറെ ആർക്കും ഇത് വേണ്ടതെന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പോൾ എനിക്ക് ഈ അടുത്ത് ഞാനൊരു നെപ്പോ കിഡ് പറയുന്ന ഒരു സാധനം കണ്ടു. അതൊന്ന് കാണിച്ചു തരാം. ഞാൻ അച്ഛന്റെ പേര് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. എന്റെ ചേട്ടൻ അങ്ങനല്ല. എന്റെ ചേട്ടൻ പറയത്തില്ല. അടുത്തും ചേട്ടൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ഒന്നും ആർക്കും മലയാളികളുള്ളവരുടെ അടുത്ത് തന്നെ പറയത്തില്ല. മോനാണെന്ന് പറയില്ല. ഞാൻ ഇവിടെ അവിടെ ഇവിടെ പോലീസ് കൈ കാണിക്കുന്നു. സ്പീഡിങ്ങിനോ എന്തെങ്കിലും എന്ത് വിളിച്ചാലും എവിടെ പോയാലും റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് സീറ്റില്ല. അച്ഛന്റെ പേര് വിളിച്ചു പറഞ്ഞായിരുന്നു. വിളിച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങനെ സ്ഥിരം ഉപയോഗിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ഇതാണ് പരിപാടി. അപ്പൊ ഈ അച്ഛൻ ഇതൊന്നും അറിയുന്നില്ല, മോനൊന്നും ഒന്നും പറയത്തില്ല, അറിയാറുമില്ല. ഈ പറഞ്ഞ മാതിരി രണ്ട് മക്കൾ സെൻസ് ഓഫ് ഹ്യൂമർ കൂടുതലുള്ള ഇയാൾക്കാണ്. പുള്ളി എവിടെ ഈ പെർഫോം ചെയ്യുന്നതായാലും വെളിയിൽ ഫ്രണ്ട്സിൻ്റെ അടുത്തായാലും വീട്ടിലായാലും തമാശ പറയും. അതിന്റെ ഭാഗമാണിത്. ഓക്കെ, അത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു അശോകൻ ചേട്ടൻ ഈ ഒരു മൊമെന്റിൽ ഭയങ്കര പ്രൗഡ് ആയിട്ടിരിക്കുന്നതായിരിക്കും. ഈ നെപ്പോക്കറ്റ്സ് എന്ന് നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെ മക്കളാണ് ഇപ്പം തിളങ്ങി നിൽക്കുന്ന രണ്ടുപേരിലുള്ളത്. അർജുൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അർജുനോട് തന്നെ കഴിഞ്ഞ തവണ ചോദിക്കേണ്ടായി. അച്ഛൻ പൊതുവെ എക്സ്പ്രസ് ഒന്നും ചെയ്യാറില്ല, പക്ഷെ തലവരയ്ക്ക് ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ പറയുന്ന കേട്ടോ, ഒരു ഉമ്മയൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചത്താപ്പച്ച കണ്ടു കഴിഞ്ഞപ്പോൾ എന്തായിരുന്നു? ചത്തപ്പച്ച എനിക്ക് ഇഷ്ടമായി. അത് ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്താണ് എല്ലാവരും. ആ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് അതിൽ കിട്ടി എല്ലാവരും. കാരണം ആക്ടേഴ്സ് മാത്രമല്ല, എല്ലാവരും ശരിക്കും വർക്ക് ചെയ്ത് അതിൻ്റെ റിസൾട്ട് അതിൽ കിട്ടി. ഞാൻ പറഞ്ഞ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യണം ഇടയ്ക്ക്. സാധാരണ ഒരു സബ്ജക്റ്റ്, ഒരു കഥ പറഞ്ഞ് നമ്മൾ അഭിനയിച്ച ഒരു കുട്ടിയായിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻ്റായിട്ടോ അല്ലെങ്കിൽ ഒരു കാമുകനായിട്ടോ ഒക്കെ അഭിനയിച്ച് അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിട്ട് കൂടുതൽ പണിയെടുത്ത് ചെയ്യുന്ന ഒരു റിസൾട്ടാണ്. അതുപോലെ തന്നെയായിരുന്നു തലവരയിലും അവൻ ചെയ്തത്. തലവര കണ്ടോ എനിക്ക് എൻ്റെ കണ്ണ് നിറഞ്ഞു. കരഞ്ഞു ഞാൻ തിയേറ്ററിൽ. ഞാൻ അത് കഴിഞ്ഞ് വന്നപ്പോൾ ഇവനിങ്ങനെ കെട്ടിപ്പിടിച്ചു. കാരണം അതൊക്കെ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അതാണ്. അത് അതെ അതെ, അത് ആരെയാണെങ്കിലും മകനെന്ന് മാത്രമല്ല ആരെയാണെങ്കിലും ഞാൻ പലരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ അടുത്ത് ഈ പുതുമുഖ നടന്മാരെ കണ്ടിട്ട് അങ്ങനെ നിങ്ങൾക്ക് ഹൈലി അപ്രീഷിയേറ്റ് ചെയ്യാൻ തോന്നിയ ഒരു ആളാരെ കാണാൻ കിട്ടണ്ടേ? അല്ല, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, പലരോടും പറഞ്ഞിട്ടുണ്ട്. ഞാൻ എല്ലാവരും വിളിച്ചത്. എനിക്ക് പരിചയമില്ലാത്ത ആളായാലും ഞാൻ പറയും ഞാൻ ഇന്നേരാണ്. അയ്യോ ചേട്ടാ ഞാൻ പടം കണ്ടു നന്നായിട്ടുണ്ട്. ഡയറക്ടേഴ്സ് എന്നെ തന്നെ പലയിടത്ത് വെച്ച് കാണുമ്പോൾ ഞാൻ എല്ലാ പടവും കാണുന്ന ആളാണ്. ഈ ഒഴിവ് സമയത്തൊക്കെ ഈ പറഞ്ഞ ഒരു വീട്ടിൽ ഇരുന്ന് ദിവസം മിനിമം ഒരു പടമെങ്കിലും അതർ ലാംഗ്വേജ് ഫിലിംസ് ഉണ്ടല്ലോ, സൗകര്യത്തിൽ കാണാമല്ലോ പടം. അങ്ങനെ പടങ്ങൾ കാണും. ഇവനെ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിവിൻ പോളിനെ സർവമായ കണ്ടിട്ട് ഞാൻ പറഞ്ഞു വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് നല്ല വർക്ക്, നല്ല വർക്കുമാണ് അത്. സർവമയുടെ നമ്മുടെ ഈ പടത്തിന്റെ പ്രതിച്ഛായയുടെ സെറ്റ് ചെയ്ത് ഞാൻ ചെന്ന് പറഞ്ഞു. ഞാൻ ട്രിവാൻഡ്രത്ത് പടം കണ്ടു. സെൻസർ കഴിഞ്ഞിട്ട് അവരായിട്ട് കണ്ട ഒരാൾ പറഞ്ഞു പടം സൂപ്പറായിട്ടാണ്, നിങ്ങൾ നന്നായിട്ട് പടം കണ്ടിട്ടുണ്ട്. ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷമായി ചേട്ടാ. ഞാൻ പറഞ്ഞു ഈ ക്രിസ്മസ് നിവിൻ പോളിയുടെ നോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പടം ഹിറ്റായപ്പോൾ ഞാൻ വിളിച്ചു, അയ്യോ ചേട്ടാ പറഞ്ഞത് ഓർമ്മ കിട്ടും.
കള്ളം പറയല്ല, നന്നായിരുന്നു. അതുപോലെ അജുവും നന്നായിട്ട് ചെയ്തു. അജു നന്നായിട്ട് നല്ല വേഷം. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അജു ചേട്ടൻ നമ്മുടെ സിനിമയിലുണ്ടോ? ഇല്ല സോറി. എടുത്ത് ഒരാളൊന്നും ചോദിച്ചോട്ടെ, ഈ അജു വർഗീസ് അതിനകത്ത് ഭയങ്കര വണ്ണമുണ്ട്. അത് നമ്മളത് ആ ക്യാരക്ടറിന് സ്പെഷ്യൽ ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്തു. ഫാറ്റ് ലെൻസ് എന്നൊരു ലെൻസ് ഉണ്ട്, ഫാറ്റ് ലെൻസ്. ഓക്കെ, ഞാൻ ഈ സിനിമ കാണുന്ന കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു പണ്ട് വായിച്ചേക്കുന്നതാണ്. അതായത് മണിമുൾ രാജുചേട്ടൻ പറഞ്ഞാണ്, പണ്ട് മമ്മൂക്കയുടെ റൂമിലേക്ക് തട്ടാതെ ചെല്ലാൻ അനുവാദമുള്ള രണ്ടുപേരും, ഒന്നിലൊരാള് കുഞ്ചനും ഞാനും അതെ എന്നുള്ളത്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ പറയാറുണ്ടായിരുന്നു, അന്നത്തെ കാലത്ത് തന്നെ ഈ സിനിമ ഷൂട്ടിങ്ങിന് ശേഷവും വന്നിട്ടിരുന്ന 2 സിനിമയെങ്കിലും മമ്മൂക്ക കാണും. ബാക്കിയുള്ളവർ കുറച്ചു നേരം ചില്ല് ചെയ്യാനൊക്കെ പോയി കഴിഞ്ഞാൽ പോലും ഈ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ പരിപാടി കഴിഞ്ഞു ഇപ്പോഴും ഭയങ്കര അപ്ഗ്രേഡഡ് ആണ്. ഇപ്പോഴും അപ്ഗ്രേഡ് ആണ്. ഞാനിപ്പം 4 ദിവസം വിളിച്ചു, ഞാൻ ചോദിച്ചു ഇങ്ങനെ പ്രശാന്തിൻ്റെ മസ്തിഷ്ക മരണം കണ്ടോന്ന് കേട്ടു. ഞാൻ ഇപ്പോൾ ചെന്നൈയിലാണ്, ഞാൻ നാളെ മറ്റന്നാളെ പാപ്പയൻ തമിഴില് എല്ലാ പടവും കാണും, എല്ലാവരുടെ പടവും കാണും. പ്രത്യേകിച്ച് നന്നായിട്ട് പോകുന്ന പടങ്ങൾ എല്ലാം കാണും. സംഭവം ഞാൻ മുന്നേ നിങ്ങളോട് എല്ലാവരോടും ചോദിച്ചൊരു കാര്യമുണ്ട്, ഈ ഹാർഡ് വർക്കും ഡിറ്റർമിനേഷനും ലക്കും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മമ്മൂക്കയും മോഹൻലാലും എന്ന് പറയുന്ന 2 വ്യക്തികൾ ഈ പീക്കിൽ നിൽക്കുന്നതിന്റെ കാരണങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ട് അറിയാം. ഹാർഡ് വർക്ക്. ഇത് ഹാർഡ് വർക്ക്. അതിന് പിന്നീട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മയുള്ള കാര്യമുണ്ടോ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മീൻസ് പ്രത്യേകിച്ച് എടുത്തു പറയാനേ അവരുടെ ഒരു രീതികളോ അവര് ചെയ്യുന്ന ഡിസിപ്ലിനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് എടുത്തു പറയാൻ? ടൈമിന് എത്തുന്നവരാ, പ്രത്യേകിച്ച് മോഹൻലാലും. ഫുൾ നൈറ്റ് ഒക്കെ ഉറക്കൊഴിയുന്നില്ലേ? രാവിലെ 6 മണി വരെ ഉറക്കൊഴിയും. മോഹൻലാലിന് ഇപ്പൊ പനിയായിട്ട് വന്നൊരായിട്ട് പോയി. ഇപ്പൊ ഇന്നലെ മെനിയാന്നൊക്കെ നമ്മുടെ തരുൺമൂർത്തിയുടെ പടത്തിന് ഫുൾ നൈറ്റാണ് ഷൂട്ടിങ്, 6 മണി വരെ. പിന്നെ വന്ന് കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2 മണിക്ക് പോകും. ഒരു പരാതിയില്ല. പനിയാണ്, ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞാലും ഒക്കെ കറക്റ്റായിരിക്കും. ഇത് ഈ കഴിഞ്ഞ ദിവസം കഥ പറയുമ്പോൾ ഒരു സിനിമ ഉണ്ടായിരുന്നേ ടി വിയിൽ, കഥ പറയുമ്പോൾ പഴയത്. അപ്പം ഞാൻ എല്ലാ പടവും കാണും. ഈ 2 മമ്മൂക്കടൻ ലാലേട്ടൻ്റെ എല്ലാം കാണും, സുരേഷിൻ്റെ എല്ലാ പടവും കാണും. കാരണം നമുക്കതൊരു എന്താ പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. നമുക്ക് അതിൽ നിന്ന് കുറേ പഠിക്കാനുണ്ട്. അപ്പോൾ എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ള ക്ലൈമാക്സ് ആണ്. അതിൻ്റെ ക്ലൈമാക്സിൽ മമ്മൂക്ക പെർഫോം ചെയ്തേക്കണം, നമുക്ക് ചങ്കലച്ചു. അത് ഞാൻ തിയേറ്ററിൽ ഞാനും ബാബുരാജും കൂടി കോട്ടയത്ത് ഷൂട്ടുള്ള സമയത്താണ് ഇത് കണ്ടത്. അവിടെ ഞാൻ തിയേറ്ററിൽ എഴുന്നേറ്റ് കൈയടിച്ച അങ്ങനെ ഒരു ഭ്രാന്തുണ്ട് എനിക്ക്. അപ്പം ഞാനത് കണ്ടിട്ട് വിളിച്ചിട്ട് മമ്മൂക്കനെ അപ്പം തന്നെ വോയിസിൽ മമ്മൂക്ക കഥ പറയുമ്പോൾ വീണ്ടും കണ്ടു. അവസാനത്തെ ആ 10 മിനിറ്റ് കണ്ണ് നിറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇട്ടു. അപ്പം അതിൻ്റെ മറുപടി, താങ്ക് യു, അപ്പനും മോനും തോർക്കണുണ്ടല്ലോ. അതിന്റെ മറുപടി അങ്ങനെയാണ് വന്നത്. അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇപ്പൊ ലാലേട്ടൻ്റെ കൂടെ അഭിനയിക്കുന്ന സമയത്തും ലാലേട്ടൻ്റെ കൂടെ ആദ്യം ചെയ്യുന്നത് ബാലേട്ടൻ തന്നെ പടമാണ്. ബാലേട്ടൻ ചെയ്യുന്ന സമയത്തും ലാലേട്ടൻ്റെ നിന്ന് ഒരുപാട് സംഭവം നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാനിങ്ങനെ ഒരു അമ്പലത്തിലേക്ക് ഓടി വരുന്നില്ല, ബാലേട്ട എന്നുള്ള പാട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓടി ബാലേട്ടാ എന്ന് ഓടി വരുമ്പോൾ ഞങ്ങൾ താഴെ ഇങ്ങനെ വരമ്പത്തുനിന്നാണ് വന്നത്. അതിൻ്റെ സ്റ്റെപ്പ് കയറിയിട്ട് മേളിലാണ് ലാലേട്ടൻ നിൽക്കണത്. ക്ഷേത്ര കമ്മിറ്റി ആൾക്കാരും ഉണ്ട്. പുള്ളിനെ അന്വേഷിച്ച് ഞങ്ങൾ ഓടി വന്നത് ഒരു കാര്യം പറയാൻ. അപ്പോൾ ഞങ്ങൾ റിഹേഴ്സലൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ മഴയുണ്ടായിരുന്നു. മഴ പെയ്തിട്ട് ചെളി കുത്തി കിടപ്പുണ്ടായിരുന്നു. എന്നെ വിളിച്ച്, അശോക എല്ലാവരും ഉണ്ട് ഞങ്ങൾ അവിടെ താഴെ, അശോക മഴയുണ്ട് നോക്കണം, അല്ല ചെളിയുണ്ട് നോക്കണം എന്ന് പറഞ്ഞു. ഓക്കെ ഞാൻ കണ്ടു കേട്ടാന്ന് പറഞ്ഞു. നേരെ വന്നു, ഓടി വന്ന് അവിടെ നിന്ന് വിളി കേട്ട് ചേട്ടൻ നോക്കി, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് ചേട്ടൻ ഇവിടെ നിന്ന് ഓടി, ഞങ്ങൾ ഓടി വന്ന് ഈ പറഞ്ഞ പോലെ അവിടെ മേളിൽ കയറി കഴിഞ്ഞപ്പോൾ ക്ലിപ്പ് ചെയ്ത് അങ്ങോട്ട് പോയി. ഞാൻ നേരെ ഇങ്ങനെ ചന്തി കുത്തി അങ്ങോട്ട് വീണു, മലന്നിങ്ങനെ വീണു. അപ്പം തന്നെ ലാലേട്ടൻ ഔട്ട് ഫ്രെയിം പോയിട്ട് വേറെ ആ ലാലേട്ടൻ ഓടി തിരിച്ചു വന്നിട്ട് ഇങ്ങനെ കിടക്കട്ടെ, ഇവിടെ കിടന്ന് ചോദിച്ചാൽ മതി ബാലേട്ടനെ കണ്ടു വന്നു. പിന്നെ ക്യാമറ എടുത്ത് വെച്ചിട്ട് അതൊക്കെ ആലോചിക്കുക, ഭയങ്കരല്ലേ. പിന്നെ ആ പടത്തിൽ തന്നെ ഞാൻ മുണ്ട് മടക്കി കുത്തണം, നീ മുണ്ട് മടക്കി കുത്തണം, ഞാൻ മുണ്ടഴിക്കുമ്പോൾ നീ മുണ്ടഴിക്കണം, ഞാൻ കൈ തീർത്ത് വെക്കുമ്പോൾ നീ തേക്കണം, ഇതെല്ലാം ചെയ്തു. അപ്പം ഞാൻ ഇതെന്താ കോമഡി, തിയേറ്ററിൽ ഭയങ്കര ചിരിയായിരുന്നു. സെൻസ് ഞാനിത് പറഞ്ഞപ്പോഴേ അശോകൻ ചേട്ടൻ്റെ സിനിമകൾ നമ്മളെപ്പോഴും പറയുന്നത് പഞ്ചാബി ഹൗസ് പറയും. ബാലേട്ടൻ ഇപ്പം പറഞ്ഞുകൊണ്ട് ഞാൻ അതേമാതിരി തന്നെ CID മൂസ. അപ്പം ഈ 2-3 ദിവസം മുന്നേ ജോണി ആൻ്റണി ചേട്ടൻ പറയുണ്ടായി ഇനി CID മൂസ ഇതുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. പണ്ട് രഞ്ജൻ അബ്രഹാത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി ശരിക്കും 4 മണിക്കൂർ റഷ് ഉണ്ട് CID മൂസയ്ക്ക് ടോട്ടൽ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സിനിമ കണ്ടേക്കുന്നത് ചുരുക്കാണ്. ശരിക്കും നിങ്ങളൊക്കെ പറഞ്ഞ പല കോമഡി ഞങ്ങൾക്ക് മിസ്സായി പോയിട്ടില്ലേ? അങ്ങനെ എന്തെങ്കിലും സീൻ ഓർക്കണ്ടേ? സീനൊക്കെ പറഞ്ഞോണ്ടോ? കറക്റ്റായിട്ട് ഓർക്കണല്ലോ. കുറേ കളഞ്ഞു, അതിന്ന് കുറേ കളഞ്ഞെന്ന് പറഞ്ഞാല് ലെങ്ത് കൂടിപ്പോയി, ഭയങ്കര ലെങ്ത് ആയി. അതിന് പിന്നെ കോമഡിയാണല്ലോ ബേസ്. അതിൻ്റെ അകത്ത് ഒരു വലിയ കഥയും കാര്യങ്ങളെന്ന് പറയുന്ന സാധനത്തേക്കാൾ കൂടുതൽ എൻ്റെ അത് കോമഡിയാണ്.
ഒരു ചെറിയ സംഭവം വരും. ഇപ്പോൾ ഈ റാഫിയൊക്കെ എഴുതുന്ന സബ്ജക്റ്റിൽ നാം പ്രതീക്ഷിക്കാത്ത ചില കോമഡികൾ വരും. പാണ്ടിപ്പട എന്ന പടത്തിൽ പൊള്ളാച്ചിയിൽ ഞാൻ ചെന്ന് കഴിയുമ്പോൾ ദിലീപിനെ കാണും. ദിലീപിനെ കണ്ടു കഴിഞ്ഞിട്ട് ഇവൻ കുളിക്കുകയാണ് ഒരു കനാലിൽ. അപ്പം ഞാൻ അവിടുന്ന് പല്ല് ചേർക്കുന്നുണ്ട് ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ അവൻ ചോദിക്കും എന്ന് തുടങ്ങി ഇത്, അതായത് പല്ല്. അതൊന്നും പറയണില്ല. ഞാൻ ചോദിച്ചു ഇത് എന്ന് തുടങ്ങി. ആ വീട് വാടക എടുത്തപ്പോൾ അവിടെ ആകെ ഉണ്ടായ ഫർണിച്ചറാണ്. ബ്രഷിനാണ് ഈ ഫർണിച്ചർ. എന്ത് ചിരിയായിരുന്നു തിയേറ്ററിൽ. ബ്രഷിനെ ഫർണിച്ചർ. ഇത് അവരുടെ സംഭവങ്ങൾ. പഞ്ചാബി ഹൗസിന്റെ സമയത്തും ഇതുപോലെ എടുത്തെടുത്തെടുത്തെടുത്തെടുത്ത് അതിന്റെ പകുതി കളഞ്ഞു. ഈ ആന വെയിറ്റ് തരണുള്ള തടി വെക്കാത്ത അതൊക്കെ അതിലല്ല ഞാൻ വേറെ പടത്തിലിട്ടു. അത് കുറേ സംഭവങ്ങൾ ഞാൻ ആ പടത്തിൽ തന്നെ വേറെ എടുത്തിട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ കുറേ നമ്മൾ കഥകളെല്ലാം പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് പ്രതിച്ഛായയിൽ ഞങ്ങൾക്കുള്ള ഒരു ഹാപ്പിനെസ്സും കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഞങ്ങളുടെ ജിഞ്ചർ മീഡിയയുടെ ഒരു ഫാമിലി മെമ്പർ ആയിരുന്നു നീതു, ഇതിലെ ലീഡ് നിവിൻ ചേട്ടന്റെ ആള്. അപ്പൊ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. നല്ല വേഷം അവർക്ക് നന്നായി ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? അപ്പോ ആ മീഡിയയുള്ള പലർക്കും സിനിമയിലേക്ക് വരാൻ നീതുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്ര നേരം സംസാരിച്ചതിൽ. പ്രതിച്ഛായ ഞങ്ങൾ എന്തായാലും പോയി കാണും തിയേറ്ററിൽ. തീർച്ചയായിട്ടും എല്ലാവരുടെയും തകർത്ത് വരട്ടെ എന്തായാലും. ശരി, താങ്ക് യു സോ മച്ച്.